നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ഒരു നന്മയും പറയുവാനില്ലാതിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ എന്തെങ്കിലും നന്മ പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി നിങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ദൈവം ആരംഭിച്ച പ്രവൃത്തിയാണ്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം നിങ്ങളിൽ ചിലത് ആരംഭിച്ചിട്ടുണ്ട്. ദൈവം അതിനെ തികയ്ക്കും. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ, ദൈവം അബ്രഹാമിന് വാഗ്ദത്തങ്ങളെ കൊടുക്കുമ്പോൾ, ദൈവം അബ്രഹാമിൽ ചിലത് ആരംഭിച്ചു. ദൈവം എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവനത് നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം നിങ്ങളിൽ ആരംഭിച്ചതിൻ്റെ പൂർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വെളിപ്പെടും. നിങ്ങളുടെ തലമുറയിൽ അത് തുടരും. ദൈവം ആരംഭിച്ചതാണ്. ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവൃത്തികൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? അതൊരു നല്ല പ്രവൃത്തിയാണ്. ദൈവം ആരംഭിച്ചതാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ വീണ്ടും ശക്തിയോടെ മുന്നേറും. നീ ശക്തനായ ഒരു പ്രാർത്ഥന മനുഷ്യനായി പുറത്തു വരും. നീ മുഖാന്തരം നിന്റെ ദേശം വിടുവിക്കപ്പെടും. ദൈവം ആരംഭിച്ച പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ, ഘോഷിക്കുവാൻ, യേശുവിനെ ഉയർത്തുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അത് ദൈവം നിന്നിൽ ആരംഭിച്ച പ്രവൃത്തിയാണ്. ദൈവം അത് തികയ്ക്കും. പ്രിയപ്പെട്ടവരെ, നാം ഒരു ഉപകരണം മാത്രമാണ്. നാം ഒരു പാത്രം മാത്രമാണ്. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നാം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും നേടുന്നില്ല. എന്തെങ്കിലും ഇവിടെ സാധിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവകരങ്ങളിൽ ഇണങ്ങിയ പാത്രമായി, ആയുധമായി, ഉപകരണമായി ഇന്നു പകൽ വീണ്ടും സമർപ്പിക്കുക. ദൈവം നിന്നിൽ ആരംഭിച്ചത് നിന്നിൽ തന്നെ തികയ്ക്കും. നിന്നിൽ തുടങ്ങി വെച്ചത് നിന്നിൽ തന്നെ ദൈവം അവസാനിപ്പിക്കും. നിന്റെ മക്കളിലും തുടരത്തക്കവണ്ണം ദൈവം അതിനെ വിശാലമാക്കും. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഇന്ന് പകൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇന്നലകളിൽ നിങ്ങൾ കണ്ടതിനേക്കാളും ശ്രേഷ്ഠമേറിയത് ഇന്ന് പകൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. അപൂർവമായ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ കാണും. അപൂർവമായത്. വചനത്തെ വിശ്വസിക്കാം, ഏറ്റെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.